രാഖി, ഈ നെടുമ്പറമ്പിൽ തട്ടിപ്പ് കേസ് അതിൻ്റെ MD വിരൽ ചൂണ്ടിയത് ആന്റോ ആന്റണി MP-യിലേക്കാണ്. അതായത് ഞാൻ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊടുത്തു, അപ്പോൾ തിരിച്ച് കിട്ടിയിട്ടില്ല, ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണെന്ന് പറഞ്ഞു, തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ പറയുന്ന കള്ളമായിരിക്കും. കൊടുത്തു. ചില വ്യക്തികളുണ്ട്, ആ വ്യക്തികളിൽ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട്. അത് ED ആ ഉത്തരം തേടുകയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം ആന്റോ ആന്റണി MP-യിലേക്കും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആന്റോ ആന്റണി MP-ക്ക് ഉടൻ സമൻസ് അയക്കും. തട്ടിയെടുത്ത പണം കൈവശമാക്കിയവരെയും കള്ളപ്പണം നിക്ഷേപിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. തന്റെ കയ്യിൽ നിന്ന് കോടികൾ പാർട്ടി ഫണ്ടുകളായി വാങ്ങിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടമ NM രാജു ED-ക്ക് കൈമാറിയിട്ടും ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ ജിജീഷ് കരുണാകരനാണ് നമുക്ക് നൽകുന്നത്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ പണം നൽകിയവർ, പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാവരും കുടുങ്ങും എന്നുള്ളത് തന്നെയാണ്. കോടികളുടെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? ഒപ്പം തന്നെ ഈ ആന്റോ ആന്റണി MP അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിനുള്ള ഒരു സമൻസ് ഉടൻ നൽകുമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിവരം? ഗുഡ് മോർണിംഗ് രാഖി, ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്. ഇക്കാര്യത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. കാരണം പലരുടെയും കള്ളപ്പണം, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ, ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ ഒരു നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ഫിനാൻസ് സൊസൈറ്റി എന്ന ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിനെതിരെ കൂടുതൽ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച വിവരം അനുസരിച്ച് കോടികളാണ്, അതായത് കണക്കിൽപ്പെടാത്ത പണമുള്ള പല ആളുകളും ഇവിടെയാണ് നിക്ഷേപിച്ചിരുന്നത്. അവരുടെ NM രാജു ശ്രമിക്കുകയും ചെയ്തു. ആന്റണി MP-യുടെ പങ്കാളിത്തം സംബന്ധിച്ചുകൂടി അന്വേഷണത്തിലേക്കും എല്ലാം തന്നെ വരുന്നത്. NM രാജു ആദ്യം വാർത്താ സമ്മേളനം വിളിച്ച് കൊണ്ടാണ് ആന്റോ ആന്റണി MP-ക്കെതിരായ ആരോപണം ഉന്നയിച്ചത്. 2 കോടി രൂപയാണ് ആന്റോ ആന്റണിക്ക് NM രാജു നൽകിയത്. അത് പലിശ സഹിതം തിരിച്ചു നൽകാമെന്നെല്ലാമുള്ള ഉറപ്പിൽ നൽകിയെന്ന രീതിയിലാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. എങ്കിൽ പൂർണ്ണമായും തന്നെ ആ 2 കോടി രൂപ ഏതെങ്കിലും തരത്തിൽ ഈടുമില്ലാതെ നൽകുകയായിരുന്നു. എന്നാൽ അത് ആന്റോ ആന്റണിക്ക് പാർട്ടികൾക്കുമെല്ലാം സംഭാവന ഇനത്തിൽ വലിയ തുകകൾ, അതായത് ഇത്തരത്തിൽ നിക്ഷേപകരെ കബളിപ്പിച്ചുകൊണ്ട് ശേഷം ആ പണമാണ് തന്റെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും CPM-ന്റെയും കേരള കോൺഗ്രസിന്റെയും എല്ലാം തന്നെ കേരള കോൺഗ്രസ് പാർട്ടികൾക്കും എല്ലാം ഈ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ചില നേതാക്കൾ ഫണ്ടുകൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുൻ നേതാവ് കൂടിയായിരുന്നു ഈ NM രാജു. അതുകൊണ്ട് തന്നെയാണ് ആന്റോ ആന്റണി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. വൈകാതെ തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഈ 2 കോടി രൂപയുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പണം നൽകി എന്ന കാര്യം ഒരിടത്തും ആന്റോ ആന്റണി നിഷേധിച്ചിട്ടില്ല. എന്നാൽ അതിൽ താൻ വാങ്ങിയ പണം തിരിച്ചു നൽകിയെന്ന് പറയുമ്പോൾ എത്ര രൂപ വാങ്ങി, ഈ 2 കോടി രൂപയാണ് എന്ന് NM രാജു പറയുമ്പോൾ അത് നിഷേധിക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യാതെ ഒരു ഒഴുക്കൻ മട്ടിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്ത്രപൂർവ്വം മാറി നിൽക്കുന്ന ഒരു നയം തന്നെയായിരുന്നു, ഒരു സമീപനം തന്നെയായിരുന്നു MP കോൺഗ്രസ് നേതാവ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം വാങ്ങിയിട്ടുണ്ടോ, ആ പണം എവിടേക്കാണ് പോയത്, എവിടെയെല്ലാം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്, ആന്റോ ആന്റണിക്ക് അറിയാവുന്ന മറ്റു നേതാക്കളിൽ ആർക്കെല്ലാം ഇവിടെ നിക്ഷേപം ഉണ്ടായിരുന്നു, ആരെല്ലാം NM രാജുവിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി എന്നെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം. കാരണം ചില വിവരങ്ങൾ ഇന്നലെ ചോദ്യം ചെയ്യലിൽ NM രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെല്ലാമാണ് താൻ പണം നൽകി ചോദ്യം ചെയ്യലിൽ NM രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെല്ലാമാണ് താൻ പണം നൽകിയത്, ആരുടെയെല്ലാം നിക്ഷേപങ്ങളായിരുന്നു തന്റെ ഈ ഒരു ബാങ്കിൽ ഉണ്ടായിരുന്നത്. കാരണം ബാങ്ക് പൂർണ്ണമായും, സഹകരണ സ്ഥാപനം പൂർണ്ണമായും തന്നെ, നിക്ഷേപ സ്ഥാപനം പൂർണ്ണമായും പൊളിഞ്ഞതോടുകൂടി ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്ന ഘട്ടത്തിൽ പോലും പരാതിയുമായി രംഗത്ത് വരാൻ ആളുകളുണ്ട്. കാരണം അവരുടെ പലരുടെയും പണം എന്ന് പറയുന്നത് കള്ളപ്പണമായിരുന്നു, അവിഹിത മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണ്. ആ പണത്തിനെ സംബന്ധിച്ച് ആ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് ബോധിപ്പിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കള്ളപ്പണ ഇടപാടുകൾ മുഴുവൻ പുറത്തു വരും എന്നതുകൊണ്ട് തന്നെ തങ്ങൾ ഇവിടെ പണം നിക്ഷേപിച്ചു എന്ന കാര്യം പോലും പലരും മറച്ചു വെക്കുകയായിരുന്നു. ഒപ്പം തന്നെയായിരുന്നു തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചു എന്നൊരു ആരോപണം ചില കേന്ദ്രങ്ങൾ ഉയർത്തി. എന്നാൽ അത് പൂർണ്ണമായി
കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചു. അതേ കാര്യങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിലും NM രാജു നൽകിയിരിക്കുന്നത്. തന്ത്രി പണം ഒന്നും നൽകിയിട്ട് അവിടെ നിക്ഷേപിച്ചിട്ടില്ല, ഉണ്ടായിരുന്നിട്ടില്ല എന്നത്. കാരണം അന്വേഷണ സംഘവും പിന്നീട് ാണ് തന്ത്രിയുടെ പണം നിക്ഷേപം എന്നെല്ലാം വ്യക്തമാക്കുകയും ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകളിൽ നേതാക്കളുടെ കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് നെടുമ്പറമ്പിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. അത് ആന്റണി MP അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുക. എന്തായാലും ഈ കൂടുതൽ പേർ ആന്റണിക്ക് പുറമെ കൂടുതൽ പേർ EDയുടെ റഡാറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആന്റണി ഏതായാലും റഡാറിലുണ്ട്. പണം വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചല്ലോ. അതാണ് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് വാങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ തിരികെ കൊടുത്തു, എന്തായിരുന്നു അത്രയും പണം വാങ്ങാൻ കാരണം, എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.